ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം കണ്ടു. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം. ഓ പാവനാത്മാവേ പാടത്തിറങ്ങണമേ. നിന്നെ ശുശ്രീ ഓ സ്വർഗകനലേ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാടി ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാടി ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പാടത്തിറങ്ങണം. നിന്നെ ശുശ്രീ എല്ലാവരും എഴുന്നേൽക്കുക. ഇന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്. അതിനെ ഇപ്പം നിർത്തിയത്. അതായത് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലാണ്. ഉടമ്പടിയിൽ അതർഹിക്കുന്ന വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഉടമ്പടിയെ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ ആകും. നമ്മൾ ആ സാക്ഷ്യം, അവസാനത്തെ സാക്ഷ്യം കേട്ടില്ലേ? അവരോട് എന്താ പറഞ്ഞിരിക്കണത്? ബി 10% ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ OIT എഴുതി 2 പ്രാവശ്യം തോറ്റ ആൾക്കാരാണ്. OIT എഴുതി 2 പ്രാവശ്യം തോറ്റു. എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത വിശ്വാസ ആദ്യ സ്വപ്നം എന്താണ്? 10% ബി. പിന്നെയുള്ള എന്താണ്? SIR 42. അവിടെ റിസൾട്ട് എന്താ? അടുത്ത അറ്റംപ്റ്റിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി, എല്ലാം 10% ബി. അതുപോലെ പെട്ടെന്ന് വിസ പ്രോസസ്സായി. അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശേഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മരകളെ ഉടച്ചു, തടസ്സങ്ങൾ മാറ്റി, പിച്ചളവാതിലുകൾ, അതായത് അവർക്ക് പറ്റാത്ത എല്ലാം ക്രാക്കാക്കി കളയും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. അതാണ് ഉടമ്പടിയുടെ സംഭവം. അതാണ് ഇരുമ്പോടാമ്പര ഉടക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ചെയ്യുക. അന്ധകാരത്തിൽ നമ്മുടെ കണ്ണുമ്പിലില്ലാത്ത ധനശേഖര നിധി നമുക്ക് അവകാശമാക്കണത്. അപ്പോൾ അത് ഞാൻ നിനക്ക് മുമ്പേ പോകും. എന്തിൻ്റെ ബേസിലാണ്? നിൻ്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിൽ, നിൻ്റെ ഉടമ്പടിയുടെ സത്യത്തിൻ്റെ ബേസിൽ, നിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ ബേസിൽ. കൈയടിച്ച് കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്ക് നമുക്ക് ആലപിക്കാം. ആരാധന
ആവതില്ല ആർക്കുമേ ജീവനേ സ്വന്തമേ അങ്ങേ ജീവനേ സ്വന്തമേ അങ്ങേ ആരാധന 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 ശക്തിയോട് ചേർന്ന് ആരാധന തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരവേദനയുള്ളവരെ, ചിലപ്പോൾ ഗർഭനാടുകൾ സിസ്റ്റുള്ളവർ, പാങ്ക്രിയാസിൻ്റെ രോഗികൾ, പിസ്റ്റില രോഗികൾ, കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിലെ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അർശസ് രോഗികൾ, അൾസർ രോഗികൾ, മഹോദര രോഗികൾ എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവർ നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളിലെ കൈവച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നല്ലവനായ ഈശ്വരൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയെ നടന്ന 10,000 ആരാധന ശക്തിയ ഈ അൾത്താറയിൽ നിന്ന് ഉടമ്പെടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതികട്ടെ. സദയം തുടരേ സുഖമായി
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അവർ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ശ്വാസകോശ രോഗിയുടെ പതിരയിൽ കൈവയ്ക്കുക. ഹൃദയരോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക. തൈറോയ്ഡ് രോഗികളെ, ടോൺസൈറ്റ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ പിൻകഴുത്ത് തൊണ്ടയിലുമായി കൈവയ്ക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെയ്യട്ടെ, മറ്റുള്ളവർ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പാടുക. സുഖമായിടും എൻ്റെ സദയം തുടരേ സുഖമായി എൻ്റെ സ്രാവ രോഗമുള്ളവരെ, രക്തസ്രാവമുള്ളവർ അടിവയറ്റില്ല, അരസസ് ഉള്ളവർ അടിവയറ്റില്ല, സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട്. അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിൽ സിസ്റ്റുള്ളവർ, ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ, ബ്ലോക്ക് ചെയ്തവർ, എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നി കുത്തുന്ന പോലെ തലവേദനയുള്ളവർ, തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവർ, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അവന് മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാരെ, ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ, കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവേദികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായി സദയം തുടരേ സുഖമായി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റുള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസറുള്ളവർ, ശരീരത്തിൽ മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ എവിടെയെല്ലാം മുഴ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലനീറിറക്കക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ ഉച്ചിമുതൽ ഉള്ളങ്കാല് വരെ സർവാംഗം രോഗികളുണ്ട്. അവർ സ്വസ്തികയിൽ കൈനെഞ്ചത്ത് പിണച്ച് വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്.
മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവരെ സ്തുതിക്കട്ടെ, മറ്റുള്ളവരെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിലെ പൂർണ്ണമായി വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ, എല്ലാ രോഗങ്ങളും രോഗികളെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരെ, സ്ഥലം വിൽക്കാനുള്ളവരെ, വാങ്ങാനുള്ളവരെ, മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവരെ, വിസ എക്സ്പയറായിട്ട് വിളിച്ച് താമസിക്കുന്നവർ, വിസ എക്സ്പയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ, ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിലൂടെ കയറിപ്പോകാനുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ ഔദാര്യത്തിൽ കഴിയുന്നവർ, നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവരെ, ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവരെ, തകർന്നുപോയ കുടുംബങ്ങൾ, അവിശ്വസ്തരായ ഭാര്യാഭർത്താക്കന്മാർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവരെ, കേസ് വിദ്യാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, ഭവനവും സ്ഥലവുമില്ലാത്തവരെ, ഭവനത്തിൻ്റെ പണി നിന്ന് പോയവരെ, കടകമ്പോളങ്ങൾ അടഞ്ഞു പോയവരെ, വാടക ചീട്ടുമേൽ ഇപ്പോഴും പണം കിട്ടാനുള്ളവർ, കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിവാഹം ഒത്തുകല്യാണം വരുന്നവരെ, കല്യാണമേ വരാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവരെ, മക്കളില്ലാത്തവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും ഒരുമിച്ചെല്ലാരും നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയനുടെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ്സ് നമിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരു ദൈവവേലയാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ദൈവത്തോട് നമ്മൾ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ദൈവശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഇന്ന് എടുക്കാൻ വേണ്ടി വന്നവരെ ഉടമ്പടി എടുക്കാതെ പോകരുത്. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങളത് ഉഴപ്പിപ്പോയാൽ പിന്നെ ഇരട്ടി ഭാരമായിട്ട് വരരുത്. അങ്ങനെ ചിലർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സൗകര്യം നോക്കിയല്ല ഉടമ്പടി ചെയ്യേണ്ടത്. ഉടമ്പടി കൃപാസനത്തിൻ്റെ പ്രോജക്റ്റുകൾ, പിൽഗ്രീം പ്രോജക്റ്റുകൾ നമ്മുടെ കെട്ടത്, അതായത് അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി ഇവിടെ വന്ന് അതായത് ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടിയാണ് ആ മുറികൾ ചെയ്യണത്. ഇപ്പോൾ ആ മുറി ലഭിക്കാൻ ആവശ്യമുള്ള ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഒരു വർഷം 4 ദിവസം ഫ്രീ ആയിട്ട് അതിൽ താമസിക്കാൻ പറ്റും. അത് മാനേജറിൻ്റെ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോവുക. ഭാവിയിൽ നേരത്തെ ഞാൻ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പർ, അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. അത് നിങ്ങൾ അത് കൃപാസനത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരു 2-3 ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇപ്പം എൻ്റെ നമ്പർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവരെ, മാതാവിൻ്റെ ഈ വലിയ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ മുറി സ്വന്തമാക്കേണ്ടതാണ്. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ രേഖ അതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ 1000-400 ഉടമ്പടി എല്ലാ ദിവസവും നടക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ കാണുന്നത്. ശരിക്കും ഇത് ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യണമെങ്കിൽ അച്ഛനെ കാണേണ്ട ഒരു കാര്യവുമില്ല. പലരും ഈ ഡിജിറ്റലിൽ വരണത് ഉടമ്പടി ഉഴപ്പിയെന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ അച്ഛനെങ്കിലും കണ്ടേക്കാമെന്ന് പറഞ്ഞാണ് ഈ കയ്യാങ്കളെ അവിടെ കാണിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം, ചീട്ട് കൊടുക്കുന്നവർക്കറിയാം. അപ്പോൾ ചീട്ട് അവർ പ്രത്യേകിച്ച് സൈൻ ചെയ്തേക്കും ഉഴപ്പ് കേസാണെന്നുള്ളത്. ഞങ്ങൾക്ക് ചീട്ട് കാണുമ്പോൾ എനിക്കറിയാം. അതിൻ്റെ അകത്ത് കുറേ കളികളുണ്ട്. അതായത് നിങ്ങളുടെ പേപ്പറൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടുണ്ടെന്ന് ആണ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളെ കാര്യം കാണാൻ വേണ്ടി മാത്രം തന്നെയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വേലക്കാരാകുമോ എന്നാണ് നോക്കണത്. വിശുദ്ധിയോടെ ജീവിക്കുമോ, സുവിശേഷ സാക്ഷ്യമാകുമോ എന്നൊക്കെ ഞങ്ങൾ നോക്കണത്. സുവിശേഷ സാക്ഷ്യമാകുന്ന വെച്ചാൽ മതം മാറുക എന്നല്ല, നല്ല മനുഷ്യരായിട്ട് മറ്റു മനുഷ്യർക്ക് ഗുണകരമായ ജീവിതം നയിക്കുമോ, അതാണ് ഞങ്ങൾ നോക്കുന്നത്.
അതാണ് ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയണത്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അച്ഛൻ ആൾക്കാരെ കാണാത്ത ദിവസങ്ങൾ. പിന്നെ അച്ഛനെ കാണുന്ന ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ. പക്ഷേ എങ്കിലും മക്കളൊരു ബുധൻ, പിന്നെ വെള്ളി, ശനി, ഒരു ദിവസം 150 പേര് വരെ കാണും. അപ്പോൾ അത്രയും ഉണ്ടാകത്തുള്ളൂ. ആൾക്കാർ 100-400 പേരൊക്കെ ഉടമ്പെടുക്കുമെങ്കിലും എമർജൻസി കേസ് 100-100 കാണത്തുള്ളൂ. അതിലെല്ലാവരും കാണും. ഉടമ്പടി പുതുക്കുന്നവിടെ എടുക്കുന്നതും കാണും. എല്ലായിടയ്ക്കും വിഷയം സീരിയസ് ആയാൽ മതി, അത് എമർജൻസി ആയിരിക്കണം. പിന്നെ യൂത്തിന് പ്രാധാന്യം കൊടുക്കും. അതാണ് ഈ പരീക്ഷക്കാരെ കാണുന്നത്. യൂത്തിന് പ്രാധാന്യം കൊടുക്കും. പക്ഷെ അവർ ഉടമ്പടി എടുക്കണം. അല്ല, അവർക്ക് വേണ്ടി പണ്ട് അമ്മമാരെടുത്താൽ മതിയായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല, അവർ തന്നെ എടുക്കണം. കാര്യം ഞങ്ങളെന്തിനാ യൂത്തിൻ്റെ അത് ഈ പരീക്ഷക്കാർ 90% പെൺപിള്ളേരാണ്. പക്ഷേ അച്ഛനത് കാണുന്നതുകൊണ്ട് ചില ഗൂഢലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. അതിനകത്ത് ഒരു ഗൂഢലക്ഷ്യം എന്ന് പറയണത്, ഇവർ നാളെ അമ്മമാരാകാനുള്ളവരാണ് അല്ലേ. അപ്പോൾ അവർ ഈശോയെ അറിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളെ അവർ വിശ്വാസത്തിൽ വളർത്തും. അത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വേറെ ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് ഈ ചേച്ചി ഇപ്പോൾ കൃപാസനത്തിലാണെങ്കിൽ നോക്കിയേ, പകുതി ഒരു 60-70% സ്ത്രീകളാണ്. എന്താ കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. കാര്യം നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയാൽ 5 പേർക്ക് വീട്ടിലുള്ളവർക്ക് കിട്ടും അല്ലേ. 12 ശിഷ്യന്മാരുണ്ടായിട്ട് ഒരാളല്ലേ ആണുങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 4 ചേച്ചിമാരല്ലേ ഉണ്ടായിരുന്നത്. അപ്പം അതാണ് എൻ്റെ റേഷ്യോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ കൈമാറ്റം നടക്കുമെങ്കിൽ ക്രിസ്തുവിനെ കൈമാറി മറ്റുള്ളവരെ കുറച്ചുകൂടി ജീവിതം സമാധാനപരവും വികസനപരവും ആയി മാറാൻ സുവിശേഷത്തിൻ്റെ അരുവി അതാണ്. കാര്യം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളല്ലേ എല്ലാം വികസിച്ചത്. മറ്റുള്ളവരൊക്കെ വികസിക്കണത് അത് കോപ്പി എടുത്തിട്ടല്ലേ വികസിക്കണത്. ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ് വികസിച്ചിരിക്കുന്നത്, സിവിലൈസ്ഡ് ആയിരിക്കണത്. അത് കാണുമ്പോൾ അറിയാം നമുക്ക്. പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് വരുന്നത് അവരുണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളും എല്ലാ കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചതും വളർത്തിയതുമാണ് നമ്മുടെ ലോകത്തിന് മുഴുവനും വലിയ ബ്ലെസ്സിങ്സായിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ അരൂപി എന്ന് പറയണത് ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് മനുഷ്യരാക്കി മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ തന്നെ പറഞ്ഞില്ലേ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിന് വലിയ സ്നേഹമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് നിങ്ങൾ കാണണമെന്ന് പറയാൻ കാരണം. ഇന്ന് ഓടുന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റാണ്, ഒരു ദൈവികമായ ഒരു അഭിഷേകമാണ് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ. മനുഷ്യൻ്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് പണക്കൊതിയില്ലാതെ, ലാഭവിഹിതമില്ലാതെ, മ്ലേച്ഛതയില്ലാതെ മനുഷ്യൻ്റെ നന്മയെ, മനുഷ്യനുള്ളിലുള്ള ദൈവീകതയെ ഊതി ഉണർത്തി വിടർത്തി ലോകത്തിന് നന്മ ചെയ്യിക്കുന്ന സ്വർഗത്തിൻ്റെ സിനിമയാണ് ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. അപ്പോൾ സ്വർഗത്തോടും ദൈവത്തോടും താല്പര്യമുള്ള എല്ലാ മനുഷ്യരും അത് കണ്ടില്ലെങ്കിൽ നമുക്കൊരു നന്മയുടെ നഷ്ടമാണ്. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ഇന്നോ നാളെയോ ബുക്ക് ചെയ്തിട്ട് ഫേസ് ഓഫ് ദി ഫേസ്ലെസ് പോയി കാണുകയും അതിൻ്റെ ഒരു വിശുദ്ധിയുണ്ട്, ആന്തരിക വിശുദ്ധി. ഐ ഫെൽറ്റ് എ കത്താർസിസ്, ആന്തരിക വിശുദ്ധീകരണമാണ്. നമുക്ക് കുറച്ചുകൂടി തീഷ്ണതയോടെ, കുറച്ചുകൂടി ത്യാഗത്തോടെ ജീവിക്കണം. എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും അതിനെ അതിജീവിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ ജയിച്ചതിൻ്റെ ഉത്സവമാണ് ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. അതുകൊണ്ട് ഒരു പ്രേക്ഷിത ജോലിയായി നിങ്ങൾ ഒത്തിരി പേര് എല്ലാവരും തന്നെ രോഗികളെ കാണുന്നവരാണ്. അതുപോലെ തന്നെ രോഗികളെ കാണുന്നവരാണ്, നിങ്ങളെ ഭക്ഷണം പങ്കുവെച്ച് കൊടുക്കുന്നവരാണ്, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുന്നവരാണ്, സുവിശേഷം പ്രചരിപ്പിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയി ഇന്നോ നാളെയോ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് നിങ്ങൾ ആധ്യാത്മികതയിൽ ആറാടിക്കുകയും അഭിഷേകത്തിൻ്റെ ഉത്സവം തീർക്കുകയും ചെയ്യും. അത് നിങ്ങളെ ഉയർത്തും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.